വെൽക്കം ടു JLNVS ലേണിംഗ് ക്ലാസ് റൂം. ഇന്നലെ കേരള PSC 23/4/2025 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർ ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ പഠിച്ചിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ എ ജഗദീപ് ധൻഖർ. ഓപ്ഷൻ എ ജഗദീപ് ധൻഖർ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ? ഓപ്ഷൻ സി ശതവാഹനന്മാർ. ഓപ്ഷൻ സി ശതവാഹനന്മാർ. ക്വസ്റ്റ്യൻ 3, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 4, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. തന്നിട്ടുള്ളത് കുറിച്യ കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം. കുറിച്യ കലാപം 1812 വേലുത്തമ്പിയുടെ കലാപം 1808, 1809 കാലഘട്ടത്തിലാണ്. ആറ്റിങ്ങൽ കലാപം 1721. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം 1800, 1805 ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. ഓപ്ഷൻ ബി. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി? ഓപ്ഷൻ എ ആണ് അഗസ്റ്റസ് സീസർ. ഓപ്ഷൻ എ. 7, താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പമ്പ. ഓപ്ഷൻ ബി പമ്പ. 8, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത്? ഓപ്ഷൻ ബി രുദ്രാസാഗർ തടാകം. ഓപ്ഷൻ ബി രുദ്രാസാഗർ തടാകം. 9, സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഫ്രാൻസ്. ഓപ്ഷൻ ബി ഫ്രാൻസ്. അടുത്ത ചോദ്യം, അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി ശിലാവൽക്കരണം. ഓപ്ഷൻ സി ശിലാവൽക്കരണം. 11ാമത്തെ ചോദ്യം, ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. 12, സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ദേശീയപാത 1. ഓപ്ഷൻ എ ദേശീയപാത 1. 13, ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ 1, 3. 1ഉം 3ഉം. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ആൻസർ ഓപ്ഷൻ എ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975. ഓപ്ഷൻ ബി. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ആൻസർ ഓപ്ഷൻ ഡി. 16ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസെനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ 2ഉം 3ഉം. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ആൻസർ ഓപ്ഷൻ എ 2ഉം 3ഉം. 17ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2, 3. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമെനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3ഉം ശരി. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം.
ആൻസർ ഓപ്ഷൻ ഡി. 19. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. തന്നിട്ടുള്ളവ: ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42-ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ബി, സി, ഡി ശരി. ബിയും സിയും ഡിയും ശരി. 20-ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി. അതിർത്തി നിർണയ കമ്മീഷൻ. അതിർത്തി നിർണയ കമ്മീഷൻ.